എക്സാലോജിക്കും CMR-ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പലവിധ വിവാദങ്ങളും അപവാദങ്ങളൊക്കെ പടർന്നു പിടിക്കാൻ തൊട്ട് കുറച്ച് കാലമായി. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റുകാരുടെ റെയ്ഡുണ്ടായത്. ഒരേ സമയത്ത് 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുണ്ടായെങ്കിലും തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡായിരുന്നു റെയ്ഡ്. ഈ വാർത്ത അറിഞ്ഞ് നാട്ടിലുള്ള സകല സഖാക്കളും തടിച്ചുകൂടി. ഈ വാഴ്ച ഒഴിഞ്ഞ് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പഴയ മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരിയിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ മുൻ MLA സച്ചിൻ ദേവ് അടക്കമുള്ള ആളുകൾ തടിച്ചുകൂടി. സഖാക്കളെ ആവേശഭരിതരാക്കാൻ വേണ്ടി ശിവൻകുട്ടി സഖാവും അതുപോലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജോയി സഖാവും പിന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരായ രാജ്യസഭാ മെമ്പർ ഡബിൾ എ റഹീമും ബാക്കി സകല സഖാക്കളും തടിച്ചുകൂടി. കാരണം പിണറായി വിജയനോട് കൂറും ഭക്തിയും ആദരവും പ്രകടിപ്പിക്കാനും അതുവഴിക്ക് തന്തങ്ങളുടെ അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനും ഇനി കൂടിയ ഏതെങ്കിലും സ്ഥാനത്തേക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള വഴി തെളിക്കാനും വേണ്ടിയാണ് ഇവരൊക്കെ എത്തിയത്. അവിടെ എത്തിയ സകല ആളുകൾക്കും അറിയാം എന്തിനാണ് മാസാമാസം വീണ വിജയന് കരിമണൽ കർത്താവ് 5 ലക്ഷം രൂപ വീതം വ്യക്തിപരമായിട്ടും 3 ലക്ഷം ഉറുപ്പിക വീതം അവരുടെ കമ്പനിക്ക് കൊടുത്തത് എന്ന കാര്യം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 2 കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കും. സേവനമുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. സേവനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കമ്പനി മറ്റേ കമ്പനിക്ക് 3 ലക്ഷം രൂപ കൊടുക്കും. അതിനൊരു ന്യായമുണ്ട്. സേവനമൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല, സാധിച്ചില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല എന്ന് വിചാരിക്കും. അത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ കമ്പനിയുടെ ഉടമയ്ക്ക് എന്തിന് 5 ലക്ഷം രൂപ വീതം മാസാമാസം കൊടുക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു ലോജിക്കുമില്ല. പക്ഷേ ഇത് പാർട്ടി സഖാക്കൾ സമ്മതിക്കില്ല. അവർക്കെല്ലാവർക്കും അറിയാം ഇത് തട്ടിപ്പാണ്. മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് മകൾക്ക് മാസാമാസം 5 ലക്ഷം രൂപ വീതം കൊടുത്തത്. കമ്പനി കൊടുത്തത് വേറെ, അത് മേമ്പൊടിയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്ര കാര്യമുള്ളൂ. ഇതിന് സാധാരണ സഖാക്കൾ ശിവൻകുട്ടിയുടെ നിലവാരത്തിലുള്ള ആളുകൾ അത് ന്യായീകരിക്കും നമുക്ക് മനസ്സിലാക്കാം. AK ബാലനെ പോലുള്ളവർ ഉള്ളിൽ ഒന്ന് വച്ചുകൊണ്ട് പുറത്ത് വേറെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ധനതത്വശാസ്ത്ര പണ്ഡിതനാണ് എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള 10 കൊല്ലം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഐസക്കിന് ഇതറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് അദ്ദേഹം ഭാവിക്കുന്നു. അദ്ദേഹത്തെ പോലൊരാളിതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം നീചമാണ്, എത്രമാത്രം നികൃഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ തോന്നുന്നില്ല. അദ്ദേഹത്തെയൊക്കെയാണ് ശരിക്കും നമ്മൾ അക്ഷരം തെറ്റാതെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്. അതേ ഇപ്പോഴും പറയുന്നത് ഈ കാർത്താവ് വീണയ്ക്ക് കൊടുത്ത പൈസ, എക്സാലോജിക്കിന് കൊടുത്ത പൈസ, ഇതൊക്കെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അതിന് അവർ കൃത്യമായിട്ട് GST അടച്ചിട്ടുണ്ട് എന്നാണ്. ഗംഗമ്മയില്ലേ, അതിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വീട് ഞാൻ കുറച്ച് ചട്ടമ്പികളെ കൂട്ടി ആക്രമിച്ച് അതേ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും അവിടെ നിന്ന് സാമാന്യമായിട്ട് പണം കവർ ചെയ്തു എന്ന് വിചാരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്ര വലുത് പൈസയൊന്നും ഉണ്ടാവില്ല. ഈ കുറച്ച് മുണ്ടും അതുപോലെ നീളം കൂടിയ ജുബയും മാത്രമേ അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അല്ല, നമ്മളൊരു വാദത്തിന് വേണ്ടി കുറച്ചധികം പണം അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചിട്ട് അത് നമ്മൾ തട്ടിയെടുത്തുകൊണ്ട് വരികയാണ്. 1 കോടി 1.5 കോടി രൂപയോ തട്ടിയെടുത്തു. അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് കൊള്ളയടിച്ച് പണം തട്ടിയെടുത്തു എന്ന് വരിക. ആ തട്ടിയെടുത്ത പൈസയുടെ ഇൻകം ടാക്സ് അടച്ചാൽ ഇത് കുറ്റകൃത്യം അല്ലാതായി തീരും. അങ്ങനെ ഐസക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സകല ഓഫീസുകളും കൊള്ളയടിക്കാം. ഐസക്കിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റ് പല നേതാക്കന്മാരുടെ വീട്ടിൽ ധാരാളം സ്വർണവും പണമൊക്കെ സൂക്ഷിപ്പുണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ പാർട്ടിക്കാർ B അക്കൗണ്ടിൽ കിടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിലെ പൈസ നമ്മൾ മോട്ടിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടാക്സ് കൃത്യമായിട്ട് അടച്ചാൽ പിന്നെ രാജ്യത്തുള്ള സകല നിയമങ്ങളിൽ നിന്ന് നമുക്ക് പരിരക്ഷ കിട്ടുമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ലേ. ശിവൻകുട്ടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ പറഞ്ഞാലും മനസ്സിലാവും. കാരണം അവർക്ക് അത്ര ബുദ്ധിയുള്ളൂ, അവർക്ക് അത്ര വിവരമുള്ളൂ. അവർക്ക് ഇനിയിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ധൈര്യം വരികയില്ല. പക്ഷേ തോമസ് ഐസക്കിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇനി ഒരു സ്ഥാനമാനവും കിട്ടാൻ ബാക്കിയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധിയും കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, വകതിരിവില്ലാതെ ഇതുപോലെ അസത്യപ്രസംഗം നടത്തേണ്ട വല്ല കാര്യവും ഈ മനുഷ്യരുണ്ടോ? സത്യത്തിൽ എനിക്ക് ലജ്ജ കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോവുകയാണ്. ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ
ഇതുപോലുള്ള അസത്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഐസക്ക് പറയുമ്പോഴാണ് നമുക്ക് ആ ചളിപ്പ് പോകുന്നത്. ശിവൻകുട്ടി പറഞ്ഞാൽ കുഴപ്പമില്ല, വീണ ജോർജ് പറഞ്ഞാലും തെറ്റില്ല, സജി ചെറിയാൻ പറഞ്ഞാൽ സജി ചെറിയാൻ ഇത്രയെല്ലാം പറഞ്ഞോളൂ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. എ കെ ബാലൻ പറയുകയാണെങ്കിൽ പുള്ളി പിണറായി വിജയനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രമേ വിചാരിക്കാവൂ. പക്ഷേ ഐസക്ക് പറയുമ്പോഴാണ് നമുക്ക് ചളിപ്പ്, ഉളുപ്പ് ഒക്കെ തോന്നുന്നത്. അപ്പോൾ ഐസക് സഖാവേ, ദൈവത്തെ ഓർത്ത്, ദൈവം ഇല്ലയെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, എന്നാൽ പോലും ദൈവത്തെ ഓർത്ത് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയരുത്. താങ്കൾക്ക് ബുദ്ധിയുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് പ്രശ്നം. ഈ ബുദ്ധിയുള്ള ഐസക്ക് ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഇതുപോലത്തെ അസംബന്ധം പറഞ്ഞു കേൾക്കുമ്പോൾ സത്യത്തിൽ ഓക്കാനം വരികയാണ്. ഓക്കാനം വരുന്നതുകൊണ്ടാണ് പറയുന്നത്, സഖാവേ ഈ മണ്ടത്തരം ഇനി ആവർത്തിക്കരുത്. ലാൽ സലാം.